ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്ന 65% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നതല്ല, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി ഒന്ന് കാണുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3 താരങ്ങളുടെ ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. സഞ്ജീവ് സ്റ്റാലിൻ, എനസിപ്പോവിച്ച്, പൂയിട്ടിയ ഇവിടെ കണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരുടെ ഫോട്ടോകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റായും സ്റ്റോറിയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് 2 ദിവസമായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. സഞ്ജീവ് സ്റ്റാലിന്റെ ഇഞ്ചുറി എന്ന് പറയുന്നത് പ്രാക്ടീസ് സെഷനിൽ ഹെഡ് ചെയ്തപ്പോൾ പറ്റിയ ഇഞ്ചുറിയാണ്. അതുപോലെ സീരിയസ് ഇഞ്ചുറി ഒന്നുമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. അടുത്ത താരങ്ങൾ എന്ന് പറയുന്നത് പൂയിട്ടിയും എനസിപ്പോവിച്ചുമാണ്. ഇവർക്ക് 2 പേർക്കും ഐ ഇൻഫെക്ഷൻ ആണ്, അതുകൊണ്ടാണ് പ്രാക്ടീസിനൊന്നും ഇറങ്ങാത്തത്. കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിൽ 2 താരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. താരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ട്രെയിനിങ്ങിലോട്ട് തിരിച്ചു വരട്ടെ. ഈ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള അപ്ഡേറ്റ് ആണ്. ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായുള്ള പാട്രിക് എഡ്സ് ടീം വിട്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട്. പേഴ്സണൽ എമർജൻസി എന്നാണ് ആ ഒരു കാരണമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ആണ് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ചെക്കപ്പ് ഒക്കെ നടത്തി അദ്ദേഹം ഓക്കെ ആയാൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും നിലവിൽ അസിസ്റ്റന്റ് കോച്ച് ടീം വിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫിറ്റ്നസ് കോച്ചായുള്ള വെർണർ മാർട്ടിൻസ് ആയിരിക്കും ഇനി അസിസ്റ്റന്റ് കോച്ചായിട്ട് ഉണ്ടാവുക. പാട്രിക് എഡ്സ് ഇനി അഥവാ ടീമിലേക്ക് വന്നില്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക.